കാസർഗോഡ് പുല്ലൂർ പെരിയ പഞ്ചായത്ത് ഭരണം LDFന് ഡോക്ടർ CK സബിതയെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. നറുക്കെടുപ്പിലൂടെയാണ് വിജയം. സിജു കണ്ണൻ ചേരുകയാണ്. സിജു, വിശദാംശങ്ങൾ. ഷമ്മി, കാസർഗോഡ് പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. LDFന് പുല്ലൂർ പഞ്ചായത്തിൻ്റെ ഭരണം ലഭിച്ചിരിക്കുകയാണ്. LDF സ്ഥാനാർത്ഥി പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഡോക്ടർ CK സബിത വിജയിച്ചിരിക്കുന്നു. ഇന്ന് രാവിലെ 10:30 മുതലാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. ആദ്യം തെരഞ്ഞെടുപ്പ് നടന്നു. ഈ തെരഞ്ഞെടുപ്പിൽ LDFന് 9ഉം UDFന് 9ഉം വോട്ടുകൾ ലഭിച്ചു. BJP അംഗം തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. അതിനുശേഷമാണ് അടുത്ത നടപടിക്രമമായ നറുക്കെടുപ്പിലേക്ക് കിടന്നത്. നറുക്കെടുപ്പിൽ UDFനായി മത്സരിച്ചത് ഉഷായൻ നായരാണ്. 18ാം വാർഡിൽ നിന്ന് മത്സരിച്ച ഉഷായൻ നായരാണ് UDFിൽ നിന്ന് മത്സരിച്ചത്. LDFനായി ഡോക്ടർ CK സബിത മത്സരിച്ചു. നറുക്കെടുപ്പിൽ LDFന് പഞ്ചായത്ത് ഭരണം ലഭിക്കുകയായിരുന്നു. സിജു, ഷമ്മി, തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് കടന്നിരിക്കുകയാണ്. LDFിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റായി വിജയിച്ച ഡോക്ടർ ദൃശ്യങ്ങളാണ് കാണുന്നത്. ശനിയാഴ്ച പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതായിരുന്നു. എന്നാൽ അന്ന് UDFും BJPയും സ്വീകരിച്ച ഒരു നടപടിയാണ് ഇന്ന് തിങ്കളാഴ്ചത്തേക്ക് ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റിവെച്ചത്. പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി UDFിനകത്ത് വലിയ തർക്കം ഉടലെടുത്തു. മൂന്നാം വാർഡിൽ നിന്ന് വിജയിച്ച മുൻ വൈസ് പ്രസിഡന്റ് കൂടിയായ A കാർത്തിയായനിയെ പ്രസിഡന്റ് ആക്കണമെന്ന ആവശ്യപ്പെട്ടു. അതേസമയം തന്നെ എന്നാൽ തീരുമാനിച്ചത് 18ാം വാർഡിൽ നിന്നുള്ള ഉഷായൻ നായരെയായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ തർക്കമുടലെടുക്കുകയും പിന്നീട് ശനിയാഴ്ച ഈ 9 പേർ ഈ UDF അംഗങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയുമായിരുന്നു. അതിന് ശേഷം BJP അംഗം കൂടി ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഇവിടെ 10 എന്ന കോറം തികയാതെ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുന്ന സാഹചര്യമായിരുന്നു. വലിയ വിമർശനം, ശക്തമായ വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നു. കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ BJPയും ഈ UDF അംഗങ്ങളും തമ്മിൽ അന്തർധാരയുണ്ട്, അവിശുദ്ധ ബന്ധമുണ്ട് എന്ന തരത്തിൽ ശക്തമായ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. CPMും സമാനമായ രീതിയിൽ ആക്ഷേപമാണ് ഉന്നയിച്ചത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരണ സമയത്തും തെരഞ്ഞെടുപ്പ് സമയത്തുമെല്ലാം തന്നെ BJPയും UDFും പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ അതിൻ്റെ അവിശുദ്ധ ബന്ധം മറന്നേക്ക് പുറത്തു വരികയായിരുന്നു. ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് ശക്തമായ വിമർശനമാണ് CPIM ഉന്നയിച്ചത്. കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ ഇവിടെ സ്വീകരിച്ച നിലപാടിനെതിരെ ശക്തമായ വിമർശനമുണ്ടായിരുന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രത്യക്ഷത്തിൽ പരസ്യമായി തുറന്നടിക്കുകയായിരുന്നു. ഈ വിട്ടുനിന്ന UDF അംഗങ്ങളും അതോടൊപ്പം തന്നെ BJP അംഗവും തമ്മിൽ അവിശുദ്ധ ബന്ധമുണ്ട്, BJPയും UDFും പുല്ലൂർ പെരിയയിൽ അവിശുദ്ധ ബന്ധമുണ്ട് എന്ന തരത്തിൽ ശക്തമായ വിമർശനമാണ് ഉന്നയിച്ചത്. അന്ന് ശനിയാഴ്ച നടക്കേണ്ട തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ ഈ കോറം കഴിയാത്തത് കൊണ്ട് തന്നെ തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെച്ചു. എന്നാൽ ഈ കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും അതോടൊപ്പം തന്നെ BJPയുടെയും എല്ലാം തന്നെ രാഷ്ട്രീയ നാടകം ഇവിടെ ഫലിച്ചില്ല എന്നുള്ളതാണ്. 9 വോട്ട് തെരഞ്ഞെടുപ്പിൽ LDFന് ലഭിച്ചു. അതോടൊപ്പം തന്നെ 9 വോട്ട് UDFന് ലഭിച്ചു. ഇപ്പോൾ ഒടുവിൽ നറുക്കെടുപ്പിലേക്ക് കടന്നു. നറുക്കെടുപ്പിൽ പുല്ലൂർ പെരിയ പഞ്ചായത്ത് LDFിനൊപ്പം നിൽക്കുന്നു. 5 വർഷങ്ങൾക്ക് ശേഷം പുല്ലൂർ പെരിയ പഞ്ചായത്ത് LDF തിരിച്ചു പിടിക്കുകയാണ്. നിരവധി രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ നടക്കുകയും നിരവധി രാഷ്ട്രീയ വെല്ലുവിളികൾ നേരിടുകയും ചെയ്ത ഒരു സാഹചര്യത്തിലൂടെ കടന്നു വന്നാണ് LDF ഇപ്പോൾ പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ ഭരണം തിരിച്ചു പിടിച്ചിരിക്കുന്നത്. ഷമ്മി, തീർച്ചയായും മുൻകാലങ്ങളിൽ UDF ഭരിച്ചുകൊണ്ടിരുന്ന ഒരു പഞ്ചായത്താണ് ഇപ്പോൾ LDFന് ലഭിച്ചിരിക്കുന്നത്. അതിൽ തന്നെ തുല്യമായി വരികയാണ് LDFും UDFും. അങ്ങനെ വന്നപ്പോഴാണ് ഈ പറയുന്ന നറുക്കെടുപ്പിലേക്ക് പോകേണ്ടി വന്നത്. BJP അംഗം തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്തു. അങ്ങനെയല്ലേ സിജു? ഷമ്മി, ശനിയാഴ്ച നടന്ന സംഭവ വികാസങ്ങൾ ഒരിക്കൽ കൂടി ജനങ്ങളെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. കാരണം ഈ പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കക്ഷിനില ആകെയുള്ള 19 സീറ്റുകളിൽ 9 സീറ്റുകൾ LDFിന് ലഭിച്ചു, 9 സീറ്റുകൾ UDFിന് ലഭിച്ചു, 1 സീറ്റ് BJPക്ക് ലഭിച്ചു, NDAക്ക് ലഭിച്ചു. ഇങ്ങനെയായിരുന്നു സാഹചര്യം. സാധാരണ നിലയിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ഈ പ്രസിഡന്റ് തെരഞ്ഞെടുക്കുമ്പോൾ ഇത്തരം ഒപ്പത്തിനൊപ്പം വരുന്ന സ്ഥലത്ത് ആദ്യം തെരഞ്ഞെടുപ്പ് നടത്തുകയും പിന്നീട് നറുക്കെടുപ്പിൽ
നറുക്കെടുപ്പിലൂടെ ആർക്കാണ് ഭരണമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ്. എന്നാൽ ശനിയാഴ്ച 10:30 ഇവിടെ നടപടിക്രമങ്ങളുമായി ഭരണാധികാരി എത്തിയെങ്കിലും ഉദ്യോഗസ്ഥരെത്തിയെങ്കിലും ഇവിടെ UDF അംഗങ്ങളിൽ എത്തിയില്ല. UDFിനകത്തെ പടലപ്പിണക്കവും തർക്കവുമാണ് ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ശനിയാഴ്ച മാറ്റിവെക്കാൻ കാരണം. അന്ന് ആദ്യം പറഞ്ഞിരുന്നത് A കാർത്തിയായനി 3-ാം വാർഡിൽ നിന്ന് ജയിച്ച A കാർത്തിയായനി പ്രസിഡന്റ് ആകുമെന്നായിരുന്നു. പിന്നീട് കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് 18-ാം വാർഡിൽ നിന്നുള്ള ഉഷ N നായരെ പ്രഖ്യാപിച്ചു. ശക്തമായ പ്രതിഷേധം UDFിനകത്ത് ഉടലെടുത്തു. ആ പ്രതിഷേധത്തെ തുടർന്ന് ഈ കോൺഗ്രസ് അംഗങ്ങൾ UDF അംഗങ്ങൾ ഇവിടെ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. ഏറ്റവും രസകരമായ കാര്യം, അന്ന് 19 അംഗങ്ങളിൽ ഈ കോൺഗ്രസ് അംഗം BJP അംഗം ഈ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുമായി സഹകരിച്ചിരുന്നെങ്കിൽ അന്ന് തെരഞ്ഞെടുപ്പ് നടക്കുമായിരുന്നു. പക്ഷേ UDFും BJPയും ഒരു ഒത്തുകളി നാടകം ശനിയാഴ്ച ഇവിടെ നടന്നു. അതിന്റെ ഭാഗമായി തന്നെ ഈ പഞ്ചായത്തിലെത്തിയ BJP അംഗം കോൺഗ്രസ് അംഗങ്ങൾ UDF അംഗങ്ങൾ എത്താത്തതിനെ തുടർന്ന് അതിന് പിന്നാലെ തന്നെ ഇവിടെ നിന്ന് മുങ്ങുകയായിരുന്നു. അതാണ് ഈ 2 ദിവസത്തേക്ക് പുല്ലൂർ പെരിയ പഞ്ചായത്തിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും മാറ്റേണ്ട സാഹചര്യം വന്നത്. ഇപ്പോൾ അതിനുശേഷം ഇന്നിപ്പോൾ ഈ കോൺഗ്രസിനകത്തെ തർക്കങ്ങളെല്ലാം തന്നെ പരിഹരിച്ചു. കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് പരിഹരിച്ചുകൊണ്ട് ഉഷ N നായരെ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്നിവിടെ എത്തിയത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസും UDFും എല്ലാം തന്നെ BJPയുടെ അംഗത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തിയ ഇടപെടലുകളൊന്നും ഫലം ചെയ്തില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 9 വോട്ടുകൾ LDFിന് ലഭിച്ചു, 9 വോട്ടുകൾ UDFിന് ലഭിച്ചു. അടുത്ത നടപടിക്രമം എന്ന നിലയിൽ നറുക്കെടുപ്പിലേക്ക് കടക്കുമ്പോൾ LDFിന് അനുകൂലമായി പുല്ലൂർ പെരിയ പഞ്ചായത്ത് നിലനിന്നു എന്നുള്ളതാണ്. നറുക്കെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായ ഡോക്ടർ CK സബിത വിജയിച്ചു കയറുകയാണ്. 5 വർഷങ്ങൾക്ക് ശേഷമാണ് പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ LDF വിജയിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം പുല്ലൂർ പെരിയ പഞ്ചായത്ത് ഭരണം UDFിനായിരുന്നു. ഈ 5 വർഷക്കാലം രാഷ്ട്രീയമായി നിരവധി വെല്ലുവിളികൾ CPMും അതോടൊപ്പം തന്നെ LDFും നേരിട്ട ഒരു സ്ഥലമാണ്. പല സ്ഥലങ്ങളിലും വലിയ വെല്ലുവിളി, മറ്റു സ്ഥലങ്ങളിലുള്ളതിനേക്കാൾ കൂടുതൽ വലിയ വെല്ലുവിളി പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ പല സാഹചര്യങ്ങളിൽ പലതരത്തിൽ നേരിടേണ്ടി വന്നു. ആ വെല്ലുവിളികളെയും മറ്റ് പ്രചരണങ്ങളെയും എല്ലാം തന്നെ അതിജീവിച്ചുകൊണ്ട് പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ LDF വിജയ ചരിത്രം എഴുതുകയാണ്. 5 വർഷങ്ങൾക്ക് ശേഷം ഇതാ പുല്ലൂർ പെരിയ പഞ്ചായത്ത് ഭരണം LDFിനൊപ്പം നിൽക്കുകയാണ്. LDFിന്റെ ഡോക്ടർ CK സബിത പഞ്ചായത്ത് പ്രസിഡന്റായി സ്ഥാനം ഏറ്റെടുത്തു കഴിഞ്ഞു. കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് ശേഷം UDFിൽ നിന്ന് പഞ്ചായത്ത് ഭരണം LDF തിരിച്ചുപിടിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട രാഷ്ട്രീയ നാടകങ്ങൾക്കെല്ലാം ഒടുവിൽ അന്ത്യമായിരിക്കുന്നു. LDFിനൊപ്പം പുല്ലൂർ പെരിയ പഞ്ചായത്ത് നിലകൊള്ളുകയാണ്.